നമസ്കാരം. സ്ഥിരമായി ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ആദ്യം തന്നെ പങ്കുവെക്കുന്നത്. കോവിഡ് കാലത്ത് ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പാസഞ്ചർ ട്രെയിനുകൾ റെയിൽവേ മന്ത്രാലയം നിർത്തിവെക്കുകയായിരുന്നു. കോവിഡ് കാലത്തിന് ശേഷം പാസഞ്ചർ ട്രെയിനുകൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്ന അതേ നിരക്കുകൾ തന്നെ ആയിരിക്കുമെന്നാണ് നാം കരുതിയിരുന്നെങ്കിലും എക്സ്പ്രസ് ട്രെയിനുകളുടെ അതേ നിരക്ക് പിന്നീട് ഈടാക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കോവിഡിന് മുമ്പുണ്ടായിരുന്ന അതേ നിരക്കിലേക്ക് തിരികെ പോകാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ടിക്കറ്റ് നിരക്ക് 45% മുതൽ 50% വരെ കുറഞ്ഞേക്കാം. സാധാരണ യാത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത്. ഉടൻ തന്നെ പുതിയ ടിക്കറ്റ് നിരക്ക് പ്രാബല്യത്തിൽ വരും. പഴയ നിരക്കിലേക്ക് മാറിപ്പോകണമെന്നത് ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെയും ഏറെ നാളായുള്ള ആവശ്യമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇനി സാധാരണക്കാർക്കും വന്ദേ ഭാരതിലേതുപോലെ തന്നെ അതിവേഗ യാത്ര സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ്. വരാൻ പോകുന്നത് അമൃത് ഭാരത് എക്സ്പ്രസ്സുകളാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾ AC ആണെങ്കിൽ അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ നോൺ AC ആണെന്ന് മാത്രം. രാജ്യത്തെ റെയിൽവേ ട്രാക്കുകൾ കീഴടക്കാൻ കൂടുതൽ അമൃത് ഭാരത് ട്രെയിനുകൾ എത്തുകയാണ്. നിലവിൽ സർവീസ് നടത്തുന്ന 2 അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾക്കും മികച്ച പ്രതികരണം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ട്രെയിനുകൾ നിരത്തിലിറക്കാൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. 50 അമൃത് ഭാരത് ട്രെയിനുകൾക്ക് കൂടി അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് റെയിൽവേ മന്ത്രി പറയുന്നത്. സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് വിജയകരമായി സർവീസ് നടത്തുന്നതിനിടയിലാണ് അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ കൂടി വരുന്നത്. ദീർഘദൂര യാത്ര നടത്തുന്നവർക്ക് ഏറെ പ്രയോജനകരമാകുന്ന സർവീസാണിത്. പുതുതായി പുറത്തിറങ്ങുന്ന ഈ 50 ട്രെയിനുകളിൽ കേരളത്തിലേക്ക് എത്ര എണ്ണം ഉണ്ടാകുമെന്നാണ് മലയാളികൾ ഉറ്റുനോക്കുന്നത്. തിരക്കേറിയ റൂട്ടുകളിലാണ് ഇവ സർവീസ് ആരംഭിക്കുക എന്നാണ് റിപ്പോർട്ട്. റൂട്ടുകളെ സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. 130 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പുഷ്പുൾ ട്രെയിൻ വന്ദേ ഭാരത് സമാനമായ സൗകര്യങ്ങളോടെയാണ് സർവീസ് നടത്തുക. പുഷ്പുൾ ഡിസൈനിലുള്ള ഈ അതിവേഗ പാസഞ്ചർ ട്രെയിനുകളുടെ മുന്നിലും പിന്നിലും എഞ്ചിനുകളുണ്ട്. ട്രെയിൻ യാത്രയുടെ നിരക്ക് കുറഞ്ഞെന്ന സന്തോഷ വാർത്ത പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. പാചകവാത സിലിണ്ടറിന്റെ വില വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. വാണിജ്യ സിലിണ്ടറിന്റെ വിലയാണ് കൂടിയത്. 19 കിലോ സിലിണ്ടറിന് 25 രൂപയാണ് കൂടിയിരിക്കുന്നത്. അതേസമയം ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല.